ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മഞ്ചാടി മോള് വന്നോ? ദാ ചായ എടുത്തു കുടിക്ക. നിന്നെയും കൂടെ കണക്കാക്കിയാ ഭാനുമ്മ ചായ ഇട്ടത്. ഇതെന്താ രഘുവേട്ടൻ അമ്പിളി ചേച്ചി ഇതുവരെ പഞ്ചരത്നത്തിലേക്ക് പോയില്ലേ? ഇന്നെന്തായാലും പോണോന്ന് കരുതിയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ചീരു ഹോസ്പിറ്റലിലായില്ലേ. ചേച്ചി ഹോസ്പിറ്റലായിരുന്നോ? എപ്പോ? എന്തു പറ്റി? അപ്പൊ നീ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? കോളേജിലേക്ക് പോയാ പിന്നെ ഒരു തവണ പോലും വീട്ടിലേക്ക് വിളിച്ച് നോക്കാത്ത മഞ്ചാടി. കോളേജിൽ നിന്ന് ഞാൻ എന്തിനാ രഘുവേട്ട വീട്ടിലേക്ക് വിളിക്കുന്നേ? കോളേജ് വിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നിങ്ങൾ എന്നെ വേണ്ടേ വിളിച്ചു പറയാൻ? ഇവിടെ ചീരുവിന്റെയും കുട്ടികളുടെ കാര്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയില് നിന്നെ വിളിക്കാനല്ലേ നേരം. വീട്ടിൽ എന്ത് നടന്നാലും ഇവൾക്ക് എന്താ രഘുവേട്ടാ? പറ്റിയ ഹോസ്റ്റലിൽ ചേർത്താൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്ന ആളോടാണോ വീട്ടിൽ വിളിക്കാത്തതിനെ കുറിച്ച് ചോദിക്കുന്നേ? ഓ, നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു ചേച്ചി? നിങ്ങൾക്കൊന്നും പിന്നെ ഫോൺ പോലും കാണില്ലായിരുന്നല്ലോ. അതേടി, ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് സൗകര്യം കൂടി പോയതാണ് കുഴപ്പം. മതി അമ്പിളി. ഇനി അതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് ചേച്ചി അനിയത്തിയും കൂടി ശണ്ട കൂടണ്ട. മോളെ മഞ്ചാടി, ചീരു ചേച്ചിയെ വിനയന്റെ വീട്ടിൽ വെച്ചൊന്ന് കാല് തെറ്റി വീണു. ഇപ്പൊ ആശുപത്രിയിലാ. സീരിയസ് ഒന്നല്ലോ രഘുവേട്ട? കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൊണ്ടുപോകുമ്പോ അവസ്ഥ ഇച്ചിരി മോശമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, റെഡിയായി വരുന്നു. അപ്പോ അച്ഛനും അനുസരിച്ചൊക്കെ ഹോസ്പിറ്റലായിരിക്കുമല്ലോ അല്ലേ? ഇന്നലെ പാതിരാത്രി മുതല് കണ്ണു പൂട്ടാതിരുന്നിട്ട് ഞങ്ങള് കുറച്ചു സമയം മുമ്പാ ഇവിടെ എത്തിയത്. രഘുവേട്ടാ, ഇച്ചിരി നേരം കിടന്നുറങ്ങിയാലോ? രാത്രിയില് അച്ഛനെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ ഇരുത്താൻ പറ്റില്ലല്ലോ, നമ്മള് തന്നെ പോണ്ടി വരും. കുഴപ്പമില്ല അമ്പിളി, ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാം. ചീരുവിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇനി അച്ഛനും ഉടനെ പഞ്ചരത്നത്തിലേക്ക് പോവാൻ പറ്റില്ലല്ലോ. എന്റെ ബർത്ത്ഡേക്ക് എല്ലാരും പഞ്ചരത്നത്തിൽ കൂടാന്ന് പറഞ്ഞു. ചീരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ നിന്റെ ബർത്ത്ഡേ ആഘോഷം? എനിക്ക് ആഘോഷത്തോട് ഒരു താല്പര്യമില്ലായിരുന്നു ചേച്ചി. അത് നടക്കില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ചോദിച്ചത്. ഭാനുമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തിയില്ലെങ്കിലും നിന്റെ കാര്യത്തിൽ അച്ഛൻ എന്തോ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞ കാര്യത്തില് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്തായാലും എല്ലാരും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ചുള്ള പ്രഖ്യാപനമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കത് മതി. അല്ല, അച്ഛൻ നിന്റെ കാര്യത്തിൽ എന്ത് പ്രഖ്യാപനം നടത്തുമെന്നാ മഞ്ചാടി നീ വിചാരിക്കുന്നത്? അതറിയാങ്കി ഇത്ര കൺഫ്യൂഷൻ ഉണ്ടോ ഭാനുമ്മ? എന്റെ അടുത്തുനിന്ന് എല്ലാരും ഇത് സർപ്രൈസ് ആക്കി വെച്ചേക്കുമല്ലേ. രഘുവേട്ടൻ അമ്പിളി ചേച്ചിക്ക് അറിയായിരിക്കും. അതൊക്കെ നിന്റെ വെറും തോന്നല. അമ്മാവന്റെ തീരുമാനം എന്താന്ന് അമ്മാവനെ അറിയൂ. അത് നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെ ആവണമെന്നുമില്ല.